നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവിനെക്കുറിച്ചാണ്. അത് നിങ്ങളുടെ ഒരു കോളേജ് പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാവാം, എന്തിന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് തന്നെയാവാം. ഏത് ലക്ഷ്യവും നേടാൻ നമ്മളെ സഹായിക്കുന്ന മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിൽ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നാറില്ലേ എല്ലാവരും പല വഴിക്കാണ് പോകുന്നതെന്ന്. ആകെ ഒരു കൺഫ്യൂഷൻ. ആ ഒരു അവസ്ഥയെ, ആ ഒരു കെയോസിനെ എങ്ങനെ ഒരു വിജയമാക്കി മാറ്റാം? അതിനുള്ള ഉത്തരമാണ് മാനേജ്മെന്റ്. അപ്പോൾ എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേർ പല രീതിയിൽ ഇത് പറയാറുണ്ട്. നമുക്ക് ആദ്യം അതിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ മാനേജ്മെന്റിന് 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തത് പ്ലാനിംഗ്, അതായത് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. രണ്ടാമത് ഓർഗനൈസിംഗ്, ഈ പ്ലാൻ നടപ്പിലാക്കാൻ ആവശ്യമായ ആളുകളെയും പണവും മറ്റ് വിഭവങ്ങളുമൊക്കെ ശരിയായി ക്രമീകരിക്കുക. മൂന്നാമത്തത് ലീഡിംഗ്, നമ്മുടെ ടീമിന് നല്ലൊരു ഡയറക്ഷൻ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുക. പിന്നെ നാലാമത്തത് കൺട്രോളിംഗ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഈ 4 കാര്യങ്ങളും ചേർന്നതാണ് മാനേജ്മെന്റ്. ഈ വിഷയത്തിലെ ഒരു പ്രധാനിയായ ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മാനേജ് ചെയ്യുക എന്നു പറഞ്ഞാൽ ഭാവി പ്രവചിക്കുക, പ്ലാൻ ചെയ്യുക, ആളുകളെ സംഘടിപ്പിക്കുക, അവരെ ഏകോപിപ്പിക്കുക, അവസാനം എല്ലാം നിയന്ത്രിക്കുക എന്നതാണ്. വളരെ കൃത്യമായൊരു നിർവചനമാണിത്. ഇനി മറ്റൊരു മഹാനായ പീറ്റർ ഡ്രക്കറിന്റെ കാഴ്ചപ്പാട് നോക്കൂ. അദ്ദേഹം പറയുന്നത് മാനേജ്മെന്റ് വെറുമൊരു പ്രോസസ്സല്ല, അതൊരു ബിസിനസ്സിനെയും അതിലെ മാനേജർമാരെയും തൊഴിലാളികളെയും, എന്തിന് ആ ജോലിയെ തന്നെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്നാണ്. ശരി, അപ്പോൾ അടുത്തൊരു ചോദ്യം. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പുസ്തകത്തിൽ പഠിക്കാൻ പറ്റുന്ന കൃത്യമായ നിയമങ്ങളുള്ള ഒരു ശാസ്ത്രമാണോ, അതോ ഓരോരുത്തരുടെയും കഴിവും അനുഭവപരിചയവും അനുസരിച്ച് മാറുന്നൊരു കലയാണോ? സത്യം പറഞ്ഞാൽ മാനേജ്മെന്റ് ഇത് രണ്ടുമാണ്. ഇതിന് പഠിക്കാനായി കൃത്യമായ തിയറികളും പ്രിൻസിപ്പിൾസുമുണ്ട്. അതുകൊണ്ട് അതൊരു സയൻസാണ്. പക്ഷേ ആ തിയറികൾ ഓരോ സാഹചര്യത്തിലും എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കണമെന്നുള്ളത് ഒരു മാനേജറുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. അവിടെയാണ് മാനേജ്മെന്റ് ഒരു ആർട്ടായി മാറുന്നത്. പാചകം പോലെ തന്നെ റെസിപ്പി ഒരു സയൻസാണ്, പക്ഷേ ആ റെസിപ്പി വെച്ച് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു ആർട്ടല്ലേ? അതുപോലെ തന്നെ. ഓക്കേ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ എന്തിനാണ് നമുക്ക് മാനേജ്മെന്റ്? ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം എന്താണ്? ഏതൊരു സ്ഥാപനത്തിനും സമൂഹത്തിനും ഇതെന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നു എന്ന് നോക്കാം. നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അതായത് പണം, സമയം, ആളുകളുടെ കഴിവ്, ഇതൊന്നും വെറുതെ പാഴാക്കാതെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റും. ഇത് സ്ഥാപനത്തിന്റെ കാര്യക്ഷമത കൂട്ടും, കൃത്യമായൊരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും. ഒടുവിൽ അത് ആ സ്ഥാപനത്തിന് മാത്രമല്ല, സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും. ഈ പ്രോസസ്സുകളും നിയമങ്ങളും മാത്രം മതിയോ? പോരാ. നല്ലൊരു മാനേജ്മെന്റിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ മൂല്യങ്ങളാണ്, അതിന്റെ വാല്യൂസ്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ? ഇത് ഒരു സ്ഥാപനത്തിന്റെ DNA പോലെയാണ്. ആ സ്ഥാപനം എന്തിൽ വിശ്വസിക്കുന്നു, എന്ത് ശരി, എന്ത് തെറ്റ് എന്ന് തീരുമാനിക്കുന്ന അടിസ്ഥാന വിശ്വാസങ്ങളാണിവ. എല്ലാ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് ഈ മൂല്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇന്റഗ്രിറ്റി, അതായത് സത്യസന്ധത, പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കുക. പിന്നെ അക്കൗണ്ടബിലിറ്റി, ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനോഭാവം, അതാണ് കൊലാബറേഷൻ. ഇതൊക്കെ ഒരു സ്ഥാപനത്തിന്റെ ശക്തമായ അടിത്തറയാണ്. നമ്മൾ ഇത്രയും നേരം തിയറിയാണ് സംസാരിച്ചത്. ഇനി കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കാം. ഒരു കമ്പനിയുടെ ഉള്ളിൽ ഈ മാനേജ്മെന്റ് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കതിന്റെ ഫങ്ഷണൽ ഏരിയാസ് ഒന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം. ഒന്ന്, കോർ ബിസിനസ് ഫങ്ഷൻസ്. ഇതാണ് ആ ബിസിനസിന്റെ പ്രധാന വരുമാനമാർഗം. ഒരു കാർ കമ്പനിയാണെങ്കിൽ കാർ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും. 2, സപ്പോർട്ട് ഫങ്ഷൻസ്. ഈ പ്രധാന പ്രവർത്തനങ്ങളെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ. കോർ ഫങ്ഷൻസിൽ എന്തൊക്കെ വരും? ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ആ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആളുകളെ അറിയിക്കുന്ന മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അത് ആളുകൾക്ക് വിൽക്കുന്ന സെയിൽസ് മാനേജ്മെന്റ്, വിറ്റതിന് ശേഷമുള്ള സേവനങ്ങൾ നൽകുന്ന സർവീസ് മാനേജ്മെന്റ്. ഇവയെല്ലാമാണ് ഒരു ബിസിനസിന്റെ ഹൃദയം. ഇനി സപ്പോർട്ട് ഫംഗ്ഷനുകളോ? ഇവരാണ് ഒരു കമ്പനിയുടെ നട്ടെല്ല്. പണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ജീവനക്കാരെ നിയമിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന പേഴ്സണൽ മാനേജ്മെന്റ് അഥവാ HR,
പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന R&D, ഈ സപ്പോർട്ട് ടീമില്ലാതെ കോർ ടീമിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ റോൾ എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഈ വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളെ, അതായത് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ഇവയെല്ലാം ഒരുമിപ്പിച്ച് ഒരു ഓർക്കസ്ട്രയെ നിയന്ത്രിക്കുന്ന സംഗീത സംവിധായകനെ പോലെ ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുക. അതാണ് മാനേജ്മെന്റ്. നമ്മളിന്ന് മാനേജ്മെന്റിന്റെ ഒരുപാട് അടിസ്ഥാന കാര്യങ്ങളും മൂല്യങ്ങളും ചർച്ച ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നമ്മൾ സംസാരിച്ച ഈ മൂല്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അത് ഇന്റഗ്രിറ്റി ആകാം, കൊലാബറേഷൻ ആകാം, അല്ലെങ്കിൽ എക്സലൻസ് ആകാം, ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ ഇന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ.